കർക്കിടക മാസത്തിലും മഴക്കാലത്തും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് ഗുണമുള്ള ഈ ചമ്മന്തി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് മുതിര കൊണ്ടൊരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മുതിര നമ്മൾ കാണുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. ഒരുപാട് ഗുണങ്ങൾ മുതിരയിൽ അടങ്ങിയിട്ടുണ്ട്. തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരത്തിന് ചൂടും ഊർജ്ജവും നൽകാൻ മുതിര സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ മഴക്കാലത്ത് നമുക്ക് ഉണ്ടാകുന്ന ജലദോഷം, പനി, തൊണ്ടവേദന, കഫക്കെട്ട് ഇതിനൊക്കെ ആശ്വാസം നൽകാനായിട്ട് മുതിര സഹായിക്കുന്നുണ്ട്. അപ്പോഴേ നമുക്കിനി ചമ്മന്തിക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ. ഞാൻ ദാ ഇവിടെ ഒരു ചെറിയ കപ്പ് മുതിര എടുത്ത് വെച്ചിട്ടുണ്ട്. എരിവിനാവശ്യമായ ഉണക്കമുളക്, ഉപ്പ്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ എടുക്കാനായിട്ട് നോക്കണേ. പിന്നെ തന്നെ നമ്മളിവിടെ കൊച്ചുള്ളി, ഇഞ്ചി എടുത്തിട്ടുണ്ട്. തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഞാൻ വളരെ കുറച്ചാണ് എടുത്തേക്കുന്നത്. തേങ്ങ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു പാനിലേക്ക് മുതിര ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മുതിര നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ല സാവധാനം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറിയ രീതിയിൽ ഇങ്ങനെ പൊട്ടുന്ന ശബ്ദവും ആ നല്ലൊരു സ്മെല്ലും വരുമ്പോഴത്തേക്കും നമ്മുടെ മുതിരയുടെ കളറും ഒന്ന് ചേഞ്ചായി വന്നാൽ മുതിര വറുത്തെന്നാണ് കേട്ടോ അർത്ഥം. നമ്മുടെ മുതിരയെല്ലാം ഇവിടെ നന്നായിട്ട് നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വറുത്ത മുതിരയുണ്ടല്ലോ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ നമ്മളിതാ ഇവിടെ ചെറിയൊരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ഉണക്കമുളക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇതുപോലൊന്ന് വഴറ്റിയിട്ട് മുളകൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതെടുത്തൊന്ന് മാറ്റി വയ്ക്കുക. ഇവിടെ നമ്മളിതാ മുതിരയും മുളകും കൂടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടെ ഒന്ന് വറുത്തെടുക്കണേ. അപ്പോൾ അതിന് ഞാൻ പാനിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തീയലിനൊക്കെ വറക്കും പോലെ വറക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറിയ രീതിക്ക് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. ഒരുപാട് ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ തടിയും വയറും ഒക്കെ കുറയ്ക്കാനായിട്ടും അമിതവണ്ണം വരാതിരിക്കാനും ഒക്കെ മുതിര സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രമേഹം കുറയ്ക്കാനും നമ്മുടെ വൃക്കയിലെ കല്ലുകൾക്ക് പരിഹാരം കാണാനും എല്ലാം മുതിര സഹായിക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ തേങ്ങയെല്ലാം ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് ഈ മുതിരയുടെ കൂട്ടത്തിൽ നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുതിര കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് തണുത്ത് കിട്ടട്ടെ. ഇതിപ്പോൾ എല്ലാം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുതിരയെല്ലാം ഇട്ട് നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എരിവിനാവശ്യമായ മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ മുതിരയെല്ലാം നല്ല രീതിക്ക് പൗഡറായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ തന്നെ നമ്മളിപ്പോൾ എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പുളിയാണ് കേട്ടോ. പുളി നിങ്ങൾക്ക് വേണേൽ നമ്മൾ ആദ്യം തേങ്ങയും ഉള്ളിയൊക്കെ വറക്കുമല്ലോ, ആ കൂട്ടത്തിൽ വേണേലും പുളി ഇട്ട് വറക്കാം. അപ്പം ഞാൻ പുളി ആ കൂട്ടത്തിലിടാതെ സെപ്പറേറ്റ് ആണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് ചമ്മന്തിക്ക് അരയ്ക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ തന്നെ നമ്മൾ ചമ്മന്തിയെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ കുറവാണെങ്കിലുണ്ടല്ലോ ഈ സമയം ഇത്തിരി ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ ചമ്മന്തി എടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് നമുക്ക് പതുക്കെ ഉരുട്ടിയെടുക്കാം. ചമ്മന്തിക്ക് നല്ല കളർ വേണമെന്നുള്ളവർ നേരത്തെ തന്നെ കശ്മീരി മുളകോ അല്ലെങ്കിൽ അതിന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ ചമ്മന്തിയെല്ലാം നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. നല്ല എരിവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചമ്മന്തി നോക്കുമ്പോഴുണ്ടല്ലോ മുതിരയെല്ലാം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കിടിലം കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ചൂട് റേഷനരി ചോറും ഈ ചമ്മന്തി പിന്നെ പുളിയില്ലാത്ത നല്ല കട്ട തൈരുമാണ് കേട്ടോ. അടാറ് കോമ്പിനേഷനാണ്. വയറ് നിറയുന്നതും അറിയില്ല. പിന്നെ കൂടാതെ നമുക്ക് നല്ല ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാനും ഈ മുതിര ചമ്മന്തി സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.